സോറി, ഞാൻ അറിയാതെ മുറി വൃത്തിയാക്കിയപ്പോ മനഃപൂർവ്വം. സാരില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ പിടിക്കാം. പിടിച്ചിറക്കേ. എന്തൊരു വെയിറ്റ്. ആ കിളവൻ വരുന്നതിന് മുമ്പ് വേണം. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ആരെ? ആ പെണ്ണിന്റെ തന്ത. ഏത് പെണ്ണിന്റെ? അപ്പൊ നിനക്ക് വേറെയും പെണ്ണുണ്ടല്ലേ? ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതിവിടെ എനിക്ക് മാത്രമല്ലല്ലോ. ആരാണ് അത്? ഡാഡി ഡാഡി ഡാഡി. എന്താണ് ബഹളം? അല്ല ബഹളം. ഡാഡിയാ. ഡാഡിക്ക് നല്ല സുഖമില്ല. 15 വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു. അതിനുശേഷം 1.5 വർഷം ആശുപത്രിയിലായിരുന്നു. മെന്റൽ ഹോസ്പിറ്റൽ നേഴ്സായിരുന്നു. നേഴ്സല്ല, ഡോക്ടർ. ഡോക്ടർ അല്ല മോനെ, സെക്യൂരിറ്റി ഓഫീസർ. സെക്യൂരിറ്റി ഓഫീസർ തന്നെയാണല്ലോ ഡോക്ടർ. ഏത് മെന്റൽ ഹോസ്പിറ്റലായിരുന്നു? അഹമ്മദാബാദ്. കാക്കനാട്. അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചാൽ അറിയാൻ കാര്യം. ഫോൺ വന്നു. എനിക്കാ. ഹലോ, അതെ, ആർട്ടിസ്റ്റ് ബെന്നിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ട്രങ്കോളോ കൊടുക്ക്. ബാംഗ്ലൂരിൽ നിന്നാണേ. ആർട്ടിസ്റ്റാ, എപ്പോഴും ഫോൺ വരും. വലിയ ശല്യ. ആ, പെയിന്റിംഗ് ഫിനിഷ് ആയിട്ടില്ല. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ എങ്ങനാ? ഞാൻ വളരെ ബിസിയാണ്. 10-15 ഓർഡർ പെൻഡിങ്ങിലുണ്ട്. ആ, തൽക്കാലം നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്തുവിട്. ആ, ഓ, എക്സിബിഷന് പെയിന്റിങ്ങോ? പെയിന്റിംഗ് ഇല്ല, തൽക്കാലം കലണ്ടർ നോക്ക്. കോഡ്ലെസ് ഫോണാണ്. നിങ്ങളെ പിന്നെ വിളി. അമ്മയില്ലേ? ഇത്ര ഒപ്പിച്ച പാട് തന്നെ എനിക്ക് അറിയാം. അല്ല, അമ്മയുണ്ട്. അമ്മ മാർക്കറ്റിൽ പോയിരിക്കും. ഏത് മാർക്കറ്റിൽ പോയിരിക്കും? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. അങ്ങനെ പറയരുത്. ഒരു കുറ്റി പുട്ടെങ്കിലും അങ്ങനെ കഴിക്കണം. ഒരു കുറ്റി പുട്ട് എന്തോ ചെയ്യണം? ഇഷ്ടം പോലെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെ കഴിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ഒരുപാട് ഐറ്റംസ്. ഇങ്ങോട്ടിരുന്ന നീയല്ലടാ വാതിൽ തുറന്നിട്ടത്? ഞാനല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നതായിരിക്കും. ഞാനിപ്പോ വരാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സാരില്ല, ഇനി ഒരിക്കലാവാ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സോറി. ഡാഡി എന്തായി പറയുന്നേ? യെസ്, ഞാൻ അവിടെ ചെന്നപ്പോ ഉണ്ടായ സംഭവങ്ങളാ. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അപ്പൊ മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതോ? അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഡാഡിക്ക് തെറ്റിയതാ. അല്ല മോളെ, ഞാൻ പറയുന്ന കേൾക്ക്. നിന്റെ ജീവിതം ഇങ്ങനെ ഒരു ഭ്രാന്തന്റെ കൂടെ നടന്ന് സ്പോയിൽ ചെയ്യാനുള്ളതല്ല. ബെന്നിക്ക് ഭ്രാന്തില്ല. എനിക്ക് സംശയം ഭ്രാന്ത് നിനക്കാണെന്നാണ്. ഡാഡിക്കാ ഭ്രാന്ത്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മോൾ ഇപ്പൊ ഡാഡി പറയുന്നത് കേക്ക്. നോ, എനിക്ക് ഡാഡിയുടെ അഡ്വൈസ് വേണ്ട. എന്ത് വേണം? ഭീം സിംഗിനെ ഒന്ന് കാണണം. വാടക കൊലയാളിയ ഭീം സിംഗിനാണോ കാണാൻ? ചോദിച്ച കേട്ടില്ലേ? അതെ. എന്തിനാ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. കാര്യം ഞാൻ ഭീം സിംഗിനോട് നേരിട്ട് പറഞ്ഞോളാം. വരൂ, ഇരിക്ക്. എത്ര പേരെ കൊല്ലണം? 2 3? ആരെയും കൊല്ലണ്ട. പിന്നെ ഒരുത്തന്റെ കൈയും കാലും തല്ലി ഓടിക്കണം, അത്രേ ഉള്ളൂ. സാധ്യമല്ല. കൊലപാതകത്തിൽ കുറഞ്ഞ് യാതൊരു ബിസിനസ്സും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് പോകാം. അങ്ങനെ പറയരുത്.
ഹലോ, ഭീം സിംഗ് ഹിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം പെട്ടിയിലാക്കി അവന്റെ പേരിൽ ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ ബോംബെക്ക് അയക്കണം. ബോംബെ അധോലോകം ഞെട്ടി വിറയ്ക്കട്ടെ. ഭീം സിംഗ് ആരാണെന്ന് അപ്പൊ അവൻ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ പോയില്ലേ? കൊല്ലണ്ട, എത്ര കാശ് വേണമെങ്കിലും തരാം. അവനെ ഇവിടെ നിന്ന് തല്ലി ഓടിച്ച് തന്നാ മതി. കൊലപാതകം ഈസിയാ. കൊന്നു കഴിഞ്ഞ് ആരാണ് കൊന്നതെന്ന് ശവം എഴുന്നേറ്റ് പറയില്ലല്ലോ. പക്ഷെ തല്ലുകൊണ്ടവനെ തല്ലിയവനെ തിരിച്ചറിയാൻ പറ്റും. എന്നാ പിന്നെ കൊലപാതകം തന്നെ ആവാം അല്ലേ? ആ, അങ്ങനെ വഴിക്ക് വാ. ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരെ? കൊല്ലേണ്ട ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന്. ഇല്ല. ഫോട്ടോ, ഡമ്മി? പിന്നെങ്ങനാ കൊല്ലുന്നേ? ആളിനെ കാണിച്ചു തരാം. ഓക്കെ, സത്യസന്ധമായി ബിസിനസ് നടത്തുന്നവനാണ് ഞാൻ. ഫീസല്ല, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ തരുന്നത് ഞാൻ വാങ്ങും. മേശപ്പുറത്ത് വെച്ചോളൂ. ലയൺസ് ക്ലബ്ബിൽ ജോർജ് കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ടും വിശ്വസിച്ചില്ല. അമ്മാവൻ ഞങ്ങളെ അപമാനിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ജോലി ചെയ്ത് ജീവിക്കുന്ന അപമാനമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ സ്വന്തം തന്ത വീട്ടുമുറ്റത്ത് വന്ന് നിന്നപ്പോ പുറത്തിറങ്ങാൻ മടി കാണിച്ച ഒരുപോലുണ്ടല്ലോ നിന്റെ ഭാര്യ. അവൾ എന്റെ മകളാണെന്ന് പറയുന്നത് എനിക്ക് അപമാനമാണ്. മനസ്സിലായോ? വണ്ടിയെടുത്ത് പറ. ഞാൻ ഭ്രാന്താശുപത്രി കിടന്ന കാര്യം നിങ്ങൾക്ക് 3 പേർക്കറിയാം. പിന്നൊരാൾക്കൂടെ അറിയാം, എൻ്റെ മരുമോന്. നിങ്ങൾ പോയി പറഞ്ഞോ ആ കാര്യം എൻ്റെ ജനറൽ മാനേജരോട്? ഇല്ല. പറയില്ല, എനിക്കറിയാം. പക്ഷെ എൻ്റെ മരുമോൻ പറയും. അവന് നാണക്കേടല്ലേ? എൻ്റെ ജോലി പോയി. ഞാൻ ഭ്രാന്താശുപത്രി കിടന്ന കാര്യം ജനറൽമാനോട് പറഞ്ഞില്ലെന്ന്, കള്ളം പറഞ്ഞ് ജോലി നേടിയെന്ന്. ഞാൻ മിലിറ്ററിന്ന് പിരിഞ്ഞ ദിവസം എന്റെ കേണൽ പറഞ്ഞ എന്താണെന്ന് അറിയാവോ? യു ഹാവ് എ പവർഫുൾ മൈൻഡ്. യേശുല്ല, പവർഫുൾ മൈൻഡ് ഉള്ളവന് രക്ഷയില്ല. 100 ജോലി ഞാൻ എന്റെ പവർഫുൾ മൈൻഡ് കൊണ്ട് നേടും. മനസ്സിലായില്ല.
സേക്ക് ആണ്. What is that? That is what? Okay. Get up. Thank you. No mention, please. ഈ മേശ മാറ്റണം. ഹലോ 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 വെയിറ്റ് പറയുമ്പോ എടുത്താ മതി. ചായ എടുക്കട്ടെ? എടുക്കണ്ട. ഇല്ല വേണ്ട. അപ്പോഴേ ഫോളോ മീ. Yeah. എന്ത് തോന്നുന്നു? ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോഴേ ഞങ്ങളൊരു TV സീരിയലിന്റെ ആൾക്കാരാണ്. ഞാൻ സുന്ദരം പിള്ള പ്രൊഡ്യൂസർ, സാറാണ് ഡയറക്ടർ ഗിരീഷ് പുരി. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ കേൾക്കണ്ട. ഈ വീട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണം. അപ്പോ ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഹോട്ടൽ വെച്ച് സംസാരിക്കാം. ഓക്കെ? ഹോട്ടൽ പീകോക്ക്. എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. നമ്മൾ വീട് ഫിക്സ് ചെയ്തില്ലേ, അതിന്റെ ഉടമസ്ഥരാ. ഇരിക്കൂ. വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. അഭിനയിക്കാൻ അറിയാമോ? ഇല്ല. ആദ്യമായിട്ട് അഭിനയിക്കാൻ അറിയില്ലെന്നൊരുത്തം പറയുന്നത്. അതുകൊണ്ട് ഇവര് മതി ഫിക്സ്. ഓക്കെ. ഞങ്ങളുടെ TV സീരിയൽ അഭിനയിക്കാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ഹലോ, റിസപ്ഷൻ അല്ലേ? ഞാൻ സുന്ദരം പിള്ളയാണ്. പുറത്ത് കൂടി നിൽക്കുന്നവരെല്ലാം പറഞ്ഞയച്ചേക്ക്. ഞങ്ങൾക്ക് ആവശ്യമുള്ളവരെ കിട്ടിക്കഴിഞ്ഞു. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഗുഡ് നൈറ്റ്. പേര് വാണു. വാണു? വേണു. ഓ, വേണു. ബെന്നി. കേശു. കെ ഇനിഷ്യൽ ആയിരിക്കും. കേശവൻ നായർ. കേശവൻ നായർ. ഗ്ലാഡ് ടു മീറ്റ്. ഗ്ലാഡ് ടു മീറ്റ്. കൃഷ്ണ. ശ്രീകൃഷ്ണ. ഓ മൈ ഗോഡ്. യെസ്. ബ്യൂട്ടിഫുൾ പീപ്പിൾ. താങ്ക്സ്. അഡ്രസ് എഴുതുക. നമ്പർ 20/148, വൃന്ദാവൻ സ്ട്രീറ്റ്, സുഭാഷ് നഗർ, കൊച്ചിൻ 12. ഇനി നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം. ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം. പണ്ടാരം കാണുന്നില്ലല്ലോ. അതല്ല പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറയുമ്പോ പറഞ്ഞാ മതി. Stop it. എന്റെ അമ്മേ. അതും പറയണോ സാറേ? ഒന്നും പറയണ്ട. അയ്യോ. അതെ, സാറ് പറയുമ്പം പറഞ്ഞാ മതി. ഇനി എനിക്ക് പറയാമല്ലോ. ഡയലോഗ് നന്നായിട്ടുണ്ട്, തൃപ്തിയായി. സ്റ്റണ്ട് അറിയാവോ? കാണിക്കണ്ട. ഞങ്ങൾക്ക് അറിയില്ല സാർ. എന്നാ പഠിക്കണം. നാടൻ സ്റ്റണ്ട് മതിയോ? അത് പോരാ. കളരി, കരാട്ടെ, കുങ്ഫു, കൂഡോ, ജൂഡോ, ജൂഡോ, റോപ്പ് ക്ലൈംബിംഗ്, ഡൈവിംഗ്. ഡ്രൈവിംഗ് എനിക്കറിയാം സാർ. ഡ്രൈവിംഗ് അല്ല, ഡൈവിംഗ്. നാളെ മുതൽ പഠിക്കാൻ തയ്യാറായി. അഡ്വാൻസ് കൊടുത്തേക്ക്. ഈ പാരയും വിക്കാസും ഒക്കെ എന്തിനാ? അതൊക്കെ പണിയായുധങ്ങളാ. കൃഷിയാണോ പണി? അത് ഈ ഷൂട്ടിങ്ങിന് ആവശ്യമായ സ്റ്റണ്ടിന്റെ സാധനങ്ങളാണ്. ഈ കാശ് തിരിച്ചു തരേണ്ടി വരുമോ? വേണ്ട, അത് നിങ്ങൾക്ക് അഡ്വാൻസ് തന്നതാ. ഇഷ്ടം പോലെ ചെലവാക്കാം. അപ്പൊ നാളെ തുടങ്ങി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കഠിനമായ പരിശീലനം. ഓക്കെ?